പണ്ട് രണ്ട് നില വഴക്കാളികളായിരുന്നാണ്. ഇപ്പൊ എന്തിനാണ് സ്നേഹം. ഓ കണ്ട് പഠിക്കണ ഇതുങ്ങളെയൊക്കെ തന്നെ. നല്ല ഭംഗിയുണ്ട്. ഇതെന്ത് ചെയ്തതാ? ഞാൻ തനിയെ ചെയ്തതാ. വെരി ടാലന്റഡ്. ലിസിയുടേതും കൊള്ളാം. ഏത് ബ്യൂട്ടി പാർലറാ? ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. ചെറുപ്പം മുതലേ കാരണമായിട്ട് എന്തൊരു ഭംഗിയുണ്ട് കോലമുണ്ട്. അതുകൊണ്ട് എനിക്ക് ബ്യൂട്ടീഷ്യൻ ആവശ്യമില്ല. അതെടുക്കട്ടെ, നീ ഇതിനെ കൊണ്ട് വന്നത്? ഞാൻ ഓലയില്. ഓല തൂങ്ങി വരാൻ നീ എന്താ കൊരങ്ങനോ? ഓലയിൽ തൂങ്ങി വന്നതല്ല, ഓല ടാക്സിയില്. ഓല ടാക്സിയിൽ. ഞാനോർത്ത് നീ പണ്ടത്തെ പോലെ ഇപ്പോഴും വള്ളി തൂങ്ങിയായിരിക്കുമെന്നു. ഓലയൊക്കെ ഇട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ സമയത്ത് ഇവളും മൗഗ്ലിയും മാത്രമേ വള്ളിയെ തൂങ്ങി വരുന്നുണ്ടായിരുന്നു. പണ്ടത്തെ പോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ഓഫ് ഇൻഡസ്ട്രീസ്. എന്താ അൺഎഡ്യൂക്കേറ്റഡ് ഓഫ് ഇൻഡസ്ട്രീസ്? ഞാനോ? ആരാണ് ഇൻഡസ്ട്രി? നീയാണ് ഇൻഡസ്ട്രി. നിന്റെ വീട്ടിലിരിക്കുന്ന നമ്മളിങ്ങനെ പോരാടാൻ പാടില്ല. What is up with you guys? What are you guys doing? Why have you guys come here? We've come for our school reunion. Think about this. You guys are fighting like small kids. Hi, by the way. Hello. Hey, by the way, you've changed a lot. What is it? Pilates, yoga, aerobics? What else is happening? Okay, thank you. Good night. എന്റെ പൊന്നെ, പണ്ട് സ്കൂളിൽ ABCD അറിയാത്തവനാ. ഇപ്പൊ അമേരിക്ക പോയപ്പോഴേക്ക് ഇംഗ്ലീഷ് പറയുന്നത് കേട്ടില്ലേ? എനിക്ക് അവന്റെ ഇംഗ്ലീഷ് കണ്ട് ഛർദ്ദിക്കാൻ വന്നു. അതൊക്കെ എന്തിനെങ്കിലും ഒക്കെ ആവട്ടെ. ഇന്ന് നമ്മൾ ഇനി ആരും വഴക്കൂടല്ലേ, പറഞ്ഞിട്ടില്ലേ? എന്ന് നമുക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ്. ആരും വഴക്കൂടരുത്. എടാ, പക്ഷെ നമ്മളിന്ന് ഒരാളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലേ? അവൻ കാണാതെയായിട്ട്. അവൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിലേ നമ്മുടെ കൂടെ ഇപ്പൊ നിന്നേന. എവിടെ പോയോ എന്തോ പാവം. 25 years. നമുക്ക് ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ അവന്റെ പേരൻസിന് എത്ര സങ്കടം ഉണ്ടാവും? ബാലമാഷും ഷീല ടീച്ചറും ഇപ്പോൾ എന്തോരം അനുഭവിക്കുന്നുണ്ടാകും. 25 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇങ്ങനെ കൂടാൻ പറ്റിയത് അവര് കാരണമാ. Hey, look who's coming. Balmash and Sheila teacher. അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി ടീച്ചറെ അഗ്നിയിൽ കുടം ചെയ്തെടുത്ത മനസാമൂതി ജന്മഗേഹം ഒരു മഹയാധിയാം ഭിക്ഷാപാത്രത്തിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സർ. മാഷേ, മക്കളൊന്നും മറന്നിട്ടില്ല കേട്ടോ. അതെ അതെ, എത്ര കാലമാടാ നിങ്ങളെയൊക്കെ കണ്ടിട്ട്. നിങ്ങളെ കാണുമ്പോ വല്ലാത്ത സന്തോഷം ഉണ്ടടാ. പക്ഷെ ടീച്ചറെ, ഇക്കൂട്ടത്തില് നമ്മുടെ ഉണ്ണി കൂടെ വേണമായിരുന്നു അല്ലേ? ഉണ്ണി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷിച്ചല്ലേ മാഷേ? അതിന് ഉണ്ണി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ ടീച്ചറെ. ഒന്നുമില്ല. ഉണ്ണിയെ പറ്റി പറഞ്ഞപ്പോ ടീച്ചർ എങ്ങനെയാ? നീ വിഷമിക്കണ്ട ടീച്ചർ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ അവൻ ഉണ്ണിന്ന് പേരിടണ്ടാന്ന്. സാധാരണ ഈ സിനിമയിലും നാടകത്തിലൊക്കെ ഉണ്ണിന്ന് പേരുള്ളവരെ കാണാതായി പോകുന്നത്. നീ വിഷമിക്കണ്ട. മക്കളെ നിങ്ങൾ എല്ലാരും എടുത്തിയോണാ? ഇല്ല മാഷേ, കുറച്ചുകൂടി വരാനുണ്ട്. എല്ലാരും വരട്ടെ. വന്നിട്ട് മതി നിങ്ങൾക്കൊരു സമ്മാനം തരുന്നതൊക്കെ. 25 വർഷമായിട്ട് ഞാനും ടീച്ചറും കൂടെ നിങ്ങൾക്കൊരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. കാത്തിരിക്കേ. എടാ രഘു, എടാ ഇങ്ങോട്ട് വാടാ. ടീച്ചറെ, ടീച്ചർക്ക് അറിയില്ലേ നമ്മുടെ രഘു? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂളിൽ പുറത്തു പോയ രഘു. എടാ മോയ, നീ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? അതൊക്കെ പണ്ടല്ലേ മാഷേ. അന്ന് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയല്ലേ. അത് ശരിയാ, രാഷ്ട്രീയത്തിലാവുമ്പോ വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട. എന്താ പറയാ, കലികാലം അല്ലേ? ടീച്ചർ നോക്കുന്നുണ്ടോ? ഇവൻ സമരത്തിന് പോകാൻ നിൽക്കുമ്പോ നമ്മുടെ ഉണ്ണിയും വാശി പിടിക്കുമായിരുന്നു ഇവന്റെ കൂടെ സമരത്തിന് പോകണമെന്ന്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രപതിയിലായിട്ടാവില്ലേ മാഷേ? അതിന് നമ്മുടെ ഉണ്ണി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ ടീച്ചറെ. നീ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പേര് കിടന്നത് പോലെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞ് കാറാതെ. എന്തെങ്കിലും ആവട്ടെ മാഷേ, ഇവരോട് ചെന്നിരിക്കാം. നിങ്ങളെല്ലാം ചെന്നിരിക്കുന്നത്. നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം. ഈശ്വര പ്രാർത്ഥന തുടങ്ങാൻ ടീച്ചർ എപ്പോഴും പോലെ. അതെ. വരൂ നിങ്ങൾ വേണം
ഇന്നത്തെ ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ. No way. അവൾ ടീച്ചർ ഇവിടെ വന്നിരിക്കൂ. ടീച്ചറെ നീ പാടിക്കോ. നീ പാടിക്കോ. നീ പാടിക്കോ. ഇല്ല നീ പാടിക്കോ. നീ പാടിക്കോ. നീ പാടിക്കോ. അതൊന്നും നിനക്ക് പാടിയാ പാടിയണ്ട. അതൊന്നും നിനക്ക് പാടിയാ പാടിയണ്ട. ആദ്യത്തെ എന്റെ ശരിക്കുള്ള സ്വഭാവം അവിടെ മിണ്ടാണ്ടിരിക്കുക. മര്യാദയ്ക്ക് ഈശ്വര പ്രാർത്ഥന ചൊല്ലടി. യെസ് മിസ്. ഒരു കാര്യം പറഞ്ഞ ഒരു അനുസരണയില്ല. അഖിലാന്റെ മണ്ഡപം അണിയിച്ചു ചാർത്തി പിച്ചു പോരാ. അഖിലാന്ത മണ്ഡലം അണിയിച്ചൊരുക്കി അണിയാകം മഴയകം മഴയച്ചൊരുക്കി അതിൽ ആനന്ദ ദീപം കൊളുത്തി ഈശ്വര പ്രാർത്ഥന ദൈവം ഇറങ്ങി ഓടാത്തത് ഭാഗ്യം. ഇറങ്ങിയാനും പോയിരിക്കാം അവിടെ. പക്ഷെ മാഷെ ഉണ്ണിപ്പുണ്ടായിരുന്നെങ്കില്. ഉണ്ണിയപ്പം ഉണ്ടല്ലോ, എല്ലാവർക്കും എടുത്ത് കൊടുക്ക്. ഉണ്ണിയപ്പല്ല ഉണ്ണി ഇപ്പോഴും എപ്പോഴും ഉണ്ടാവും. എടാ ഗോവക്കുട്ട വാടാ ഇവിടെ. എടാ ടീച്ചറെ, നമ്മളെ ക്ലാസ്സിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു പയ്യനല്ലേ നമ്മുടെ ഗോപു. എടാ മോനെ, പരിപാടിയുടെ തുടക്കം നിന്റെ ഡാൻസ് തന്നെ ആയിക്കോട്ടെ. എന്തൊക്കെയായിരുന്നു നിന്റെ പാമ്പ് ഡാൻസും ആന ഡാൻസും? അയ്യോ കാണട്ടടാ. എന്റെ പൊന്നു മാഷ, അതൊക്കെ പണ്ട് കളിച്ചില്ലെന്ന് ഓർമ്മല്ല ഇപ്പൊ. അങ്ങനെ പറഞ്ഞാ അവൻ അങ്ങനെ ഒന്നും ഡാൻസ് കളിക്കില്ല മാഷെ. എന്താടാ അവൻ കളിക്കണേ കൂടെ ഒരാളും കൂടി വേണം. അതാരാ? സിമി. മറ്റേ പഴയ ചുറ്റിക്കളി സിമി. അതൊന്നും മറന്നിട്ടില്ലല്ലേ? അല്ല മാഷെ, എന്നിട്ട് അവൻ കല്യാണം കഴിച്ചോ? നീ കല്യാണം കഴിച്ചോളാ? ഇല്ല ടീച്ചറെ, ഞാൻ കല്യാണം കഴിച്ചില്ല. ആഹാ, സിമി കല്യാണം കഴിച്ച് സെറ്റിൽ ആയി കേട്ടോ. അവള് ഭർത്താവിനെ കൊണ്ടുവരാന്നാ പറഞ്ഞേക്കുന്നത്. അയ്യോ ഇതാ പറഞ്ഞു തീർന്നില്ല. സിമി എത്തി. തല്ലിക്കൊത്താലും ചാവില്ല. 100 ആയിസ. അയ്യോ അതൊന്നും പറയണ്ട ടീച്ചറെ. എന്റെ ഭർത്താവേ ആള് ഭയങ്കര ചൂടനാ. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. ഇവിടെ വന്ന ആകെ പ്രശ്നമാവും. ഗോപോയുടെ കാര്യം എല്ലാം അറിയാം. ഗോപുവിന്റെ കാര്യമൊക്കെ എന്തിനാ നിന്റെ ഭർത്താവിനോട് പറയാൻ പോയത്? എടാ മക്കളെ, ഇനി ഇവളുടെ ഭർത്താവ് വരുമ്പോ പഴയ കഥയൊന്നും ഇവിടെ അടുത്ത് പറയരുത്. മനസ്സിലായില്ലേ? കുട്ടി ഭർത്താവിനെ അങ്ങോട്ട് വിളിക്കും. ചേട്ടാ ചേട്ടാ. ഇതിലാരാടാ ഗോപു? നീയാണോ ഗോപു? നീയാണോടാ ഗോപു? നീയാണോ ഗോപു? നീയാണല്ലേ ഗോപു? ജസ്റ്റ് എ ഫ്രണ്ട് അല്ലേടി? നീയാണല്ലേ ഗോപു? അതെ, നീയാണല്ലേ ഗോപു? നീയാണല്ലേ ഗോപു? എങ്ങനെ ലൈൻ അടിക്കായിരിക്കും? കട്ടത്താടി ഉണ്ണിമുഖത്തിന്റെ പോലെ നമ്മുടെ ഉണ്ണിപ്പുണ്ടായിരുന്നെങ്കിലും ഒരു ഉണ്ണിമുഖത്തിന്റെ പോലെ ഉണ്ടാവില്ല പക്ഷെ. അതിന് നമ്മുടെ ഉണ്ണിപ്പ് നമ്മളെ കൂടെ ഇല്ലല്ലോ ടീച്ചറെ. ആ കഥ അങ്ങ് തുറന്നു കൊടുക്കുക. അത് എവിടെയും പോയി ചാവട്ടെ. കുറെ നേരെ ഉണ്ണി എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെ നിൽക്കുന്നത്? പോയി ഇരിക്കും മക്കളെ. ആ എന്തായാലും സിമി വന്ന ശരിക്കും നമുക്ക് ആ ഡാൻസ് ഒക്കെ കണ്ടേ ടീച്ചറെ. അതെന്തൊരു പോലീസ് ജീപ്പിന്റെ ശബ്ദം? അയ്യോ പോലീസ് പോലീസ് എല്ലാരും ഓടിക്കും. മര്യാദയ്ക്ക് ജോലി ചെയ്യാനും ജീവിക്കാൻ ശ്രമിക്കില്ല ജന്തുക്കൾ. അയ്യോ ആരും പേടിക്കണ്ട. നിങ്ങളൊപ്പം പഠിച്ച ബിജു ഭാസ്കർ ഇല്ലേ? അവനിപ്പോ ഇവിടുത്തെ DGP. എന്റെ ഇരട്ട പേര് വിളിച്ച ഞാനിവിടെ വരില്ല. ഞാൻ സാറിന് മുമ്പേ പറഞ്ഞു. എടാ മക്കളെ, നിങ്ങളൊപ്പം പഠിക്കുമ്പോൾ നിങ്ങൾ അവനെ അപ്പി ബിജു എന്ന് വിളിച്ചിട്ടുണ്ടാവും. അവൻ ഇപ്പൊ ഇവിടുത്തെ DGP അല്ലേ? നിങ്ങൾ ഇപ്പോഴും അവനെ അപ്പി ബിജു എന്ന് വിളിക്കാവോ? ഞാൻ പോലെ അവനെ അപ്പി ബിജു എന്ന് വിളിക്കാറില്ല. മനസ്സിലായടാ? ഒന്ന് സാറേ, അവരൊറ്റ ഒട്ട എന്നെ അപ്പി ബിജു എന്ന് വിളിച്ചിട്ടുള്ളൂ. സാറ് ഇപ്പൊ എത്ര വട്ടം വിളിച്ചു? സോറിടാ ബിജു. ഞാനിവിടെ ഇറങ്ങി പോവും. ഇത്രയും പൊക്കമുള്ള ഒരു DGP ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സാറിന് ഞാനൊരു സല്യൂട്ട് തരട്ടെ. അതിനെന്താ മോളെ, നീ ധൈര്യമായിട്ട് അടിച്ചോ. മോളോ? മോനെ ഞാൻ ഇനി ഒരാളെ ഇറക്കാൻ പോവാ. നമ്മുടെ ക്ലാസ്സിലെ കലാതിലകമാരായിരുന്നു ബോംബെയിലെ തിരക്കിനിടയിലും ഇവിടെ വന്ന് നൃത്തം അവതരിപ്പിക്കാൻ താര വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? താരമോളെ, താരമോളെ. നമസ്കാരം ടീച്ചറെ. നമസ്കാരം കൂട്ടുകാരെ.
മോളെ ഈ തിരക്കിനിടയിൽ നീ ഇങ്ങോട്ട് വന്നല്ലോ, സമാധാനായി ടീച്ചർക്ക്. അതെ ടീച്ചറെ, ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. UK, USA, ആഫ്രിക്ക, കാട്ടാക്കട, കുന്നംകുളം, പൂജപ്പുര തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ നൃത്തം അവതരിപ്പിച്ചു. എന്നാ പിന്നെ ഇവിടെയും കൂടെ ഒന്ന് അവതരിപ്പിക്കും. അയ്യോ, എന്റെ ഒരു ഡാൻസ് പെർഫോമൻസിന് 1 ലക്ഷം 2 ലക്ഷം രൂപയാണ് ഞാൻ വാങ്ങുന്നത്. പക്ഷെ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ മെനഞ്ഞെടുത്ത ഒരു കലാരൂപമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. എന്നാ കാണട്ടെ. മ്യൂസിക് ഇട്ട് കൊടുക്കും മക്കളെ. എങ്ങനെയുണ്ട് ഇത് അംഗോപാംഗം? അംഗോപാംഗം ഇവിടെ എല്ലാവർക്കും അംഗഭംഗം വന്നു നീ കാരണം. എടാ മോനെ, നീ എവിടേക്കാണ് പോകുന്നത്? ഫോണ് പോയി. സാരില്ലേ മാഷേ. മക്കളെ, ഈ തിരക്കിനിടയിൽ നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞിരിക്കുന്നു. നമ്മളുടെ റസിയ. പറഞ്ഞ പോലെ റസി ഇപ്പൊ എവിടെ മാഷേ? റസിയ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാരും അവളോട് ഒരു വാക്ക് മിണ്ടാനും പറയാനും പോവില്ലെന്ന് എനിക്ക് വാക്ക് തന്നു. റസിയ, മോളെ റസിയ. എന്റെ പത്രത്തില് ഫോട്ടോ കണ്ട് നിനക്ക് ഓർമ്മയുണ്ട്? നീ പാന്റിൽ പണ്ട് മുള്ളിട്ട് ആകെ ക്ലാസ് മൊത്തം നാറി ഞാൻ ക്ലാസ് ടീച്ചറോട് കംപ്ലൈന്റ് ചെയ്ത് എന്റെ അപ്പൊ ഞാൻ വിചാരിച്ച എടാ നീ എന്തോന്നും വേണ്ടത്, എടാ നിങ്ങൾ എന്തോന്നും വേണ്ടത് എന്റെ വായിന്ന് മുട്ട കുഴിഞ്ഞു വെച്ചിരിക്കണോ? അല്ല മാഷിനല്ലേ ഞാൻ വിചാരിച്ച മാഷിന്റെ എട്ടായി മാഷിന്റെ 10th ആനിവേഴ്സറി ആഘോഷിക്കാനാണ് നമ്മളെ വിളിച്ചെന്നാ. എടാ നിന്നെ സിമി നൈസായിട്ട് തേച്ചല്ലേ? സിമി നിന്റെ ഹസ്ബൻഡ് എവിടെ? ഇത് എന്റെ ഹസ്ബൻഡ്. ഏതാണ് നിന്റെ ഹസ്ബൻഡ്? ഇപ്പൊ ഭാര്യ മനസ്സിലാവണല്ലോ. ഒരു കുറവില്ല, കുറച്ച് കൂടുതലേ ഉള്ളൂ എല്ലാം. ഓഹോ, നിനക്കങ്ങ് കൂടുതലായിരിക്കും. എന്താ ഇതിന് മാത്രം ഇളകാനുള്ള എന്റെ മൂക്കിന്റെ തുമ്പത്താ ഞാൻ തുമ്മി കാണിക്കണോ? ഇങ്ങനെ ഒറ്റയൊരുത്തൻ പറഞ്ഞോണ്ട് ഞാൻ ഒന്നും മിണ്ടായിരുന്നു. എന്റെ സ്വഭാവം തനിക്കറിയില്ല. താൻ എന്തിനാണ് മിണ്ടായിരിക്കാൻ പറഞ്ഞു? ഇത് തന്നെ മിണ്ടായിരിക്കാൻ പറഞ്ഞു. ഇത് വായ കട എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. എവിടെ പോയി കയറി കണ്ടു ഒരറ്റ ചവിട്ട് വെച്ച മിണ്ടാണോ പേര്? ഭയങ്കര പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉണ്ണിക്ക് റസിയാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു മാഷേ. അതിന് നമ്മുടെ ഉണ്ണി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ ടീച്ചറേ. ഞാനൊരു ഉണ്ടമ്മേ. നീ എവിടെയായിരുന്നടാ? 25 വർഷം നിന്നെ കാണാതെ കവിയൂർ പൊന്നമ്മ കഴിച്ച് മെഴുകുമായിരുന്നടാ നിന്റെ അമ്മ. സാരല്ലേ മാഷെ, നമ്മൾ ഉണ്ണി തിരിച്ചു വന്നില്ലേ മാഷെ? ഇതേ ഇവരെല്ലാരും കൂടിയിട്ടുണ്ട് മാഷെ. ഇനി വൈകിക്കണ്ട, നമുക്ക് ആ സമ്മാനം. അതെ ഈ സന്തോഷം 25 വർഷത്തോളം കാത്തുവെച്ച ആ സമ്മാനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തരുന്നതായിരിക്കും. എല്ലാരും ഇവിടെ നിൽക്കും. ഞാനും ടീച്ചറും എടാ എന്നാലും എന്തായിരിക്കും സമ്മാനം? എന്തായാലും കാര്യമായിട്ട് വല്ല സമ്മാനമായിരിക്കും. 25 വർഷം ആയില്ലേ മക്കളെ. എന്തോ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സമ്മാനം ഞങ്ങൾ തരട്ടെ. പ്രാന്തന്മാരെ, നിങ്ങളൊക്കെ എന്റെ അടുത്ത് ചോദിച്ചില്ലേ 25 വർഷം മുന്നിൽ എന്തിനാ വീട് വിട്ടു പോയെന്ന്? ഈ പണ്ടാറ് പേക്കൂത്ത് കണ്ട് സഹിക്കാൻ പറ്റിയ ഞാൻ പോയത്. വീണ്ടും വിളിച്ചു വരുത്തി കൊല്ലം നോക്കണേ. ഞാനില്ലേ